മഴതോരു മൊബൈൽ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അലീന ഫോൺ ചെയ്യുന്നത് കേട്ടിട്ട് ചോദിക്കുക, ആരെയാണ് വിളിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്ന് സ്റ്റാൻലി ജോസഫ് ചോദിക്കുന്നുണ്ട്. അത് എനിക്ക് അച്ഛനെയാണ് ഞാൻ വിളിക്കുന്നത്. എന്തിനാ എപ്പോഴും അച്ഛനെ വിളിക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് ആരെയും വിളിച്ചുകൂടെ, എന്താ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തത് ഈ വീട്ടിൽ എന്നൊക്കെ പറയുന്നുണ്ട്. അത് എനിക്കൊരു നിബന്ധനകളൊക്കെ ഉണ്ട്, അത് അനുസരിച്ച് ജീവിക്കണം ഈ വീട്ടിൽ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ഉടനെ തന്നെ അലീന ഫോൺ കട്ടാക്കുന്നുണ്ട്. ഇത് പക്ഷേ അപ്പുറത്ത് നിന്ന് ബാലചന്ദ്രൻ കേട്ടുകൊണ്ട് നിൽക്കുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഉടനെ തന്നെ ഫോൺ ചെയ്യുന്നുണ്ട് സ്റ്റാൻലി ജോസഫിനെ. ഞാൻ മോളെ ഫോൺ വിളിക്കുന്നതിന് എന്തെങ്കിലും വിരോധമുണ്ടോ? ആദ്യം ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ അവൾ അതുപോലെ ആയിരിക്കണം അവിടെയും. ഒരു വിഷമവും വരുത്തരുത്, അല്ല എങ്കിൽ അവൾക്ക് വേറെ എവിടെയെങ്കിലും നോക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് നിങ്ങളാരാ ഇനി അങ്ങനെയൊക്കെ പറയാൻ? എൻ്റെ മോളാ, അവൾ ഈ വീട്ടിൽ തന്നെ നിൽക്കും. പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും സംസാരിച്ചാൽ അത് ഞങ്ങൾ തമ്മിൽ തീരും. അതിന് ബാലചന്ദ്രൻ ഇടപെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എപ്പോൾ മുതലാണ് നിങ്ങൾക്ക് മോളായത്? ഒരു മോളുണ്ടെന്നോ അതുപോലെ തന്നെ പണ്ടൊരു കാമുകയുണ്ടെന്നോ നിങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ. ഞാൻ വന്ന് പറഞ്ഞ നിമിഷം മുതലല്ലേ അതൊക്കെ ആയത്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ച് വേണം എൻ്റെ അടുത്ത് സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. ആലോചിച്ചുകൊണ്ട് നിന്നിട്ട് അലീൻ്റെ അടുത്ത് പറയുക, എന്നെ ഇതുവരെ ആരും ധിക്കരിച്ച് ഇതുപോലെ സംസാരിച്ചിട്ടില്ല. എന്നെ ആദ്യമായിട്ട് തോൽപ്പിച്ച ആൾ ആ ബാലചന്ദ്രന. നിൻ്റെ കാര്യം ഈ വീട്ടിൽ വന്ന് പറഞ്ഞതിൻ്റെ അന്ന് മുതൽ എനിക്ക് തുടങ്ങിയ ഒരു ടെൻഷനും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് ആദ്യം നിങ്ങളല്ലേ വരുത്തി വെച്ചത്, ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ വീട്ടിൽ വന്നപ്പം മുതലാണ് ഞാൻ അറിയുന്നത് ഇതാരായിരുന്നു എന്നുള്ള സത്യം. അതുകൊണ്ട് എന്നെയും അച്ഛനെയും കുറ്റപ്പെടുത്തരുത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവധക്കുട്ടി അവിടെ വരുന്നുണ്ട്. എന്തിനാ എപ്പോഴും രണ്ടുപേരും കൂടെ കലഹിക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. കലഹിക്കുന്നതല്ല, കാര്യം പറയുന്നതാ. ആ സമയത്ത് അവധക്കുട്ടി പറയുക, അല്ലെങ്കിൽ അവനെ ഒരു ഗൗരവക്കാരനാ. അതുകൊണ്ട് മോള് ഇതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്കാണെങ്കിൽ എന്തുമാത്രം സ്ഥലമുണ്ട് ഇവിടെ കാണാൻ. നമുക്ക് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം, മോള് വാ എന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്ത് പറയുക, നീ ഇവിടെ വരണമെങ്കിൽ വാ എന്ന് അവധക്കുട്ടി വിളിക്കുന്നുണ്ട്. നടന്നേക്ക്, ഞാൻ വന്നേക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഒരുമിച്ച് പോയാൽ മതി, അല്ലാതെ നീ എന്തിനാ പ്രത്യേകം വരുന്നത്? നിൻ്റെ മോള് കൂടെ ഉണ്ടല്ലോ, നീ ഇവിടെ വാ, എന്നിട്ട് നീ തന്നെ എല്ലായിടവും കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ചിരിച്ച മുഖത്തോടെ വീണ്ടും അലീനെ നോക്കിയിട്ട് വരുന്നുണ്ട്. അലീനയ്ക്ക് പക്ഷേ ആ ഒരു മുഖത്ത് ഒരു സന്തോഷം കാണാനില്ലാത്തതുകൊണ്ട് ചോദിക്കുക, എന്താ ഇവിടെ വന്നതിൽ പിന്നെ ഒരു വിഷമം പോലെയാണല്ലോ അലീനയ്ക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു വിഷമവും എനിക്കില്ല, ഞാൻ ഓരോന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ പറയുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഉടനെ തന്നെ രേവതിക്കുട്ടിയുടെ ഫോണും വരുന്നുണ്ട്. ആരാ വീണ്ടും വിളിക്കുന്നത്? അത് രേവതിക്കുട്ടിയാ. എന്നിട്ട് സംസാരിക്കുന്നുണ്ട്. പറയുക, ഞാനാണെങ്കിൽ ഒരു കാര്യം ചോദിക്കാനാണ് വിളിച്ചത്. അവിടെ വിളിച്ചപ്പോഴത്തേക്കും അവിടെ ആരും എടുത്തില്ല. അവസാനം രോഹിത് ഫോൺ എടുത്തായിരുന്നു. സംസാരിച്ചപ്പോഴത്തേക്കും ആരെയും ചേച്ചി ചോദിച്ചപ്പോൾ ഇവിടെ നിന്നില്ല, ഇവിടുന്ന് പോയെന്ന് പറഞ്ഞായിരുന്നു വേറൊരു വീട്ടിലേക്ക്. എവിടേക്കാണ് പോയത്, ഏത് സ്ഥലത്താണ് എന്നൊക്കെ രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട്. അത് ഞാനാണെങ്കിൽ എത്തിയിരിക്കുന്നത് എൻ്റെ സ്വന്തം അച്ഛൻ്റെ കൂടെയാ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ബാലചന്ദ്രൻ എന്നെ കൊണ്ടാക്കിയത് ഇങ്ങോട്ടേക്ക് ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് രേവതിക്കുട്ടി. എന്തായാലും ഇവിടെയാണെങ്കിൽ മാമച്ചൻ പറയുകയും ചെയ്തായിരുന്നു, അലീനയെ ഒരു നല്ലൊരിടത്ത് കൊണ്ടുപോകണമെങ്കിൽ വേറെ എവിടെയായിരിക്കും, അവൾ അച്ഛൻ്റെ അടുത്തായിരിക്കുന്നൊരു സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് എന്ന് അലീനയുടെ അടുത്ത് പറയുന്നുണ്ട് രേവതിക്കുട്ടി. എന്തായാലും എല്ലാവർക്കും നേരത്തെ അറിയായിരുന്നു അല്ലേ, എനിക്ക് മാത്രമേ അറിയാത്തതുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് അലീന. എന്നാൽ രേവതിക്കുട്ടി കേട്ടിട്ട് ഞെട്ടി നിൽക്കുക. അല്ല, ഞാൻ വിശ്വസിച്ചില്ലായിരുന്നു, പക്ഷേ ഒരു ഊഹം പറഞ്ഞതാ, ഇത് കാര്യമായല്ലോ, നല്ല കാര്യമാണ്, എന്തായാലും സ്വന്തം അച്ഛൻ്റെ അടുത്ത് എത്തിയതല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതിക്കുട്ടി അലീനയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് മാമച്ചനാണെങ്കിൽ അടുത്തുനിന്ന് രേവതിക്കുട്ടിയുടെ അടുത്ത് അന്വേഷണങ്ങളെല്ലാം ചോദിച്ചതായി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫോൺ വയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും
അലീനയുടെ അടുത്ത് സ്റ്റാൻലി പറയുക, ഈ ഫോൺ എന്തിനാ 24 മണിക്കൂർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ആരൊക്കെയാ എന്നൊക്കെ ചോദിക്കുക. അത് എനിക്കാണെങ്കിൽ ഓർഫനേജിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയാണ്. അതുമാത്രമല്ല എനിക്ക് അങ്ങനെ 5-6 ഫ്രണ്ട്സ് ഉണ്ട്. അവരെന്നെ വിളിക്കും, സംസാരിക്കുകയൊക്കെ ചെയ്യും. അല്ലാതെ ഞങ്ങൾ ആ ബന്ധം ഇപ്പോഴും പുലർത്തുന്നവരുണ്ട്. ഓരോ വീടുകളിലേക്ക് പോയെങ്കിലും നമ്മളാണെങ്കിൽ വളർന്ന സാഹചര്യം മറക്കില്ലല്ലോ. അത് കേട്ട ഉടനെ വീണ്ടും ദേഷ്യത്തിലാവുന്നുണ്ട്. ഓർഫനേജ് എന്ന് കേൾക്കുമ്പം തന്നെയാണ് എന്തോ ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് കേൾക്കണ്ട, ഞാനിപ്പോൾ ഒരിടം വരണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആ സമയത്ത് മാമച്ചനാണെങ്കിൽ അലീനയുടെ അടുത്ത് പണ്ട് പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരുന്നുണ്ട് അലീനയ്ക്ക്. ഏത് സമയമായിരുന്നാലും മോളുടെ അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും സ്നേഹിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ അവർ സ്വതന്ത്രരായി ജീവിക്കാൻ ശ്രമിക്കുമെന്ന്. എന്തായാലും എനിക്ക് സ്വാതന്ത്ര്യം എന്നുള്ളത് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് സ്വന്തമായിട്ട് അലീന ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ വൈജയന്തി വീട്ടിലാണെങ്കിൽ ഭയങ്കര ബഹളത്തിലാണ് നിൽക്കുന്നത്. ഇത് കേട്ടിട്ട് ബാലചന്ദ്രൻ പറയുക, പുതിയ ഒരു വേലക്കാരി നിനക്ക് വന്നിട്ടും ഇവിടെയാണെങ്കിൽ വിഷമത്തിന് ഒരു കുറവും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വിഷമം ഒന്നുമില്ല, നിങ്ങൾക്കാ. അതെന്താ എനിക്ക് വിഷമമൊന്നോ നീ പറയുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, നിങ്ങളെ മക്കളാണെങ്കിൽ ഇപ്പം നല്ല സന്തോഷത്തോടെ അടുക്കളയിൽ കയറി പാചകമൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല. എൻ്റെ മകളെന്ന് പറഞ്ഞ് ആ കൃഷ്ണയും അതുപോലെ ബബിത, രോഹിത്, എൻ്റെ മക്കളെ നിങ്ങളെ വഴിയിലേക്ക് കൊണ്ടുവന്ന് ആ അലീനയുടെ കൂട്ടുകൂടി ഇല്ലാതാക്കിപ്പിച്ചു. എന്നിട്ട് ഇപ്പോൾ എനിക്ക് വിഷമമൊന്നും നിങ്ങൾ പറയുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് വിഷമം വേറെ ഒന്നുമല്ല, നിങ്ങളാണെങ്കിൽ ഇപ്പോഴും എൻ്റെ അടുത്ത് പെരുമാറുന്ന ആ രീതി അനുസരിച്ച് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നീ എന്തൊക്കെ കാണിച്ചിരുന്നാലും ഒരാൾ മനസ്സിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ മനസ്സിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ അതൊരു വലിയ പാടാണ്. ഞാൻ കരുതുന്നത് നിന്നെയും. അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ചോദിക്കുക, പിന്നെ ഞാൻ ആരാ നിങ്ങളുടെ എന്നൊക്കെ ചോദിക്കുക. ഇത് കേട്ടതും ഉടനെ തന്നെയാണ് ബാലചന്ദ്രൻ മറുപടി കൊടുക്കുന്നുണ്ട്. എനിക്കറിയില്ല നീ ആരാന്ന്, നീ എവിടെയോ പോയിട്ട് തിരിച്ചു വന്ന ഏതോ ഒരു പിശാചെന്നേ ഞാൻ ഇപ്പം പറയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കേട്ടത് സങ്കടത്തോടെ ഒരിടത്ത് ഇരുന്ന് ആലോചിക്കുന്നുണ്ട് ബാലചന്ദ്രൻ, എന്താ എന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. എന്നാൽ ഇത് കേട്ട ഉടനെ കൃഷ്ണയും ബബിതയും പറയുക, അമ്മ ഇത് പറയിപ്പിച്ചതാ അച്ഛനെ കൊണ്ട്. എന്തായാലും വെറുതെ ഇരിക്കുന്ന ഒരു സമയവും അമ്മയ്ക്ക് അച്ഛനെ കാണുമ്പോൾ എന്തെങ്കിലും പറയണം, അതുകൊണ്ട് ഇത് പറഞ്ഞു മേടിച്ചതാ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കൃഷ്ണ. ഏതായിരുന്നാലും കൊച്ചുവായിൽ വലിയ വർത്തമാനമൊന്നും വേണ്ട. എൻ്റെ അടുത്ത് ഇതുപോലത്തെ സംസാരിക്കാൻ നിങ്ങളാരും ഇനി എൻ്റെ അടുത്തേക്ക് വന്നു പോവരുത്. ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളാരും കണ്ടു പോവരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ഞങ്ങൾ കേൾക്കുകയില്ലേ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് എന്ന് രോഹിത് പറയുന്നുണ്ട്. ഏത് കാര്യമായിരുന്നാലും ശരി തന്നെ, അലീന ഈ വീട് വന്നേ പിന്നെ വീടിനെ തൊലിച്ച് വെച്ചിട്ട് അവൾ പോയിരിക്കുന്നത്. എന്തോ കാണിക്കാനാ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വൈജയന്തി പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് മാത്രം ഇവിടെ കേട്ട് ജോലി ചെയ്താൽ മതി, അല്ലാതെ ബാലചന്ദ്രൻ്റെ വാക്കുകളൊന്നും നിങ്ങൾ കേൾക്കണ്ട. അതുപോലെ തന്നെ പിള്ളേരുടെയും ഒരു ആർക്കും നിങ്ങൾ കേൾക്കണ്ട. അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക, അല്ലാതെ അവരുടെ ഒരു കാര്യത്തിലും ഇടപെടാനും പോകണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ അടുത്ത് ഇപ്പോൾ കുറേ ദിവസമായിട്ട് വന്നതിൻ്റെ അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കുക, എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കുക എന്ന ലക്ഷ്യമോ ഇവിടെ ഉള്ളവർക്കുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട, ഇവിടെ നിന്ന് ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് വൈജയന്തി. ആ സമയത്ത് ഗംഗാധരൻ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ പറയുക, ഇവിടെയാണെങ്കിൽ എൻ്റെ കാര്യം അന്വേഷിക്കാനോ പറയാനോ തന്നെ ഇവിടെ ആരുമില്ല. ഞാനാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചത്. എനിക്ക് ബാങ്കിൽ പോയി തുടങ്ങണം, അതിന് എനിക്കൊരു സൗകര്യം ചെയ്ത് തരണമെന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെ ആരും കേട്ടില്ല. അത് ഏതെങ്കിലും തരത്തിൽ എനിക്കൊന്ന് ചെയ്ത് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞില്ലായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങളാണെങ്കിൽ പറഞ്ഞൊന്ന് റെഡിയാക്കി തരണം, ഞാൻ പറഞ്ഞിട്ട് ഒന്നും കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ വന്നല്ലോ, ഒന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുക,
ചോദിക്കുക, നിങ്ങളെ പെങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിലും അലീനയെ നിങ്ങൾ തിരക്കിയായിരുന്നോ? അലീന എവിടെയാണെന്ന് നിങ്ങൾ അന്വേഷിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നെട്ടാൻ പോകുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാൻ പോവുക. അലീന ഇപ്പോൾ ഉള്ളത് അലീനയുടെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് തന്നെയാണ്. നിങ്ങൾക്ക് സന്തോഷമായല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് ഗംഗാധരൻ പറയുക, എന്തായാലും ഇത് വേണ്ടായിരുന്നു. ഇനി വൈജയാണെങ്കിൽ ഇതറിയുമ്പോൾ എങ്ങനെയാ പ്രതികരിക്കാൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും എനിക്കും ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കേണ്ട. അലീന പോയി പിന്നെ എനിക്ക് ഈ വലിയ എന്തോ ഒരു ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ നിന്ന് എവിടെ പോയിരുന്നാലും അവള് എന്നും എൻ്റെ മകളായിരിക്കും. അത് ആരൊക്കെ എന്ത് പറഞ്ഞിരുന്നാലും അതിന് ഒരു മാറ്റവുമില്ല എന്ന് ഗംഗാധരൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആ സമയത്ത് ഗംഗാധരൻ്റെ അടുത്ത് അന്വേഷിക്കുന്നുണ്ട് മനുവിനെ കുറിച്ച്. മനുവാണെങ്കിൽ അലീനെ ഫോൺ ചെയ്തിരുന്നു, സംസാരിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടു. എന്നാൽ അലീനയാണെങ്കിൽ അവിടെ എങ്ങനെയാ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല, എനിക്കതിന് സമയം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അറിയാം അവനെ വിളിക്കുമെന്ന്, അതുപോലെ തന്നെ ഇവിടെയും വിളിക്കുമെന്നറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് വൈജയന്തി പറയുക, എപ്പോഴും വന്നത് അലീൻ്റെ അടുത്ത് കാര്യം പറയാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എപ്പോഴും എല്ലാവരും അലീനായി വീട്ടിൽ നിന്ന് കേട്ട് മടുത്തു. ഇപ്പം ഇവിടെ വന്നിട്ടും അലീനെക്കുറിച്ച് പറയുന്നത് ഇനി എനിക്ക് നിർത്തിക്കോണം എല്ലാവരും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മനുവിൻ്റെ കാര്യം അന്വേഷിക്കുന്ന ബാലചന്ദ്രനാണെങ്കിൽ പറയുക, ഞാൻ വിളിച്ചിരുന്നപ്പോൾ പറഞ്ഞായിരുന്നു മനുവാണെങ്കിൽ വിളിച്ചിട്ട് 2 ദിവസമായെന്ന്, എന്താ അങ്ങോട്ട് വിളിക്കാത്തത് എന്ന് ചോദിക്കാൻ വേണ്ടി വിളിക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇങ്ങോട്ട് ഗംഗൻ ചേട്ടൻ വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. എന്തായാലും അലീനയാണെങ്കിൽ അവിടെ സുഖമായിരിക്കുന്നു, നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക നിങ്ങളും പെങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വല്ലാത്ത ചിരിക്കുന്നുണ്ട്. എന്തായാലും ബാലചന്ദ്ര, ഞങ്ങളെ ഇങ്ങനെ അധികം താഴ്ത്തരുത്, ഞങ്ങൾക്കത് വേദനിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ വേദനിക്കണം, അത്രയ്ക്ക് എന്നെ വേദനിപ്പിച്ചത്, എൻ്റെ അടുത്ത് എല്ലാ സത്യങ്ങളും മറച്ചു വെച്ചതിന് അത് നിങ്ങൾക്ക് ഞാൻ ഒരു വലിയ മറുപടി തന്നെയാണ് തിരിച്ചടിയായിട്ട് തരാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ആലോചിച്ചിരിക്കുന്ന അലീന പിന്നെ വിചാരിക്കുന്നുണ്ട് മനുവിനെ ഒന്ന് ഫോൺ ചെയ്യാമെന്ന്. അങ്ങനെ മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവിൻ്റെ അടുത്ത് അവിടുത്തെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തായാലും എൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് ഞാനൊരു കലഹം നടത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, ആ രീതിയിലുള്ള സംസാരവും പ്രവൃത്തിയും എന്നൊക്കെ പറയുന്ന കേട്ടിട്ട് മനു പറയുക, എന്തായാലും ബഹളമൊന്നും വെക്കണ്ട, എന്തായാലും നിൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്കറിയാം ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ മിണ്ടാതെ നിൽക്കുകയുള്ളൂ എന്ന്. ഏതായിരുന്നാലും സന്തോഷമായിട്ട് അച്ഛനും മോളും അവിടെ കുറേ സ്നേഹത്തോട് ജീവിക്കാനാണ് ഞാനാണെങ്കിൽ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ മനു പറയുന്നുണ്ട്. എന്നിട്ട് മനു പറയുകയും ചെയ്യുന്നുണ്ട്, വഴിയൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, അങ്ങോട്ടേക്ക് വരേണ്ട, ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്, ആ സമയത്ത് പറ്റുമെങ്കിൽ അലീനയെ കാണാൻ ഞാൻ വരും എന്നൊക്കെ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഇവിടെയുണ്ട്, വരണം എന്നൊക്കെ അലീന ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ഒരു ആൾ പുറത്ത് വന്ന് നിൽക്കുന്ന കണ്ടിട്ട് ചോദിക്കുക, ആരാ നിൽക്കുന്നതെന്ന് സ്റ്റാൻലി ജോസഫിൻ്റെ ജോലി ചെയ്യുന്ന ആൾ ചോദിക്കുക. അത് എനിക്ക് ഇവിടുത്തെ ആൾക്കാരെ കാണണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് വന്ന് അലീനയെ കാണണമെന്ന് ആവശ്യപ്പെടുകയും അലീന വന്ന് ഞെട്ടലോടെ മനുവിനെ കണ്ട് സന്തോഷത്തോടെ ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് വിശേഷങ്ങൾ അന്വേഷിക്കുകയും അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ നല്ലൊരു അന്തരീക്ഷം എനിക്കാണെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും പുതിയ അനുഭവമായിരിക്കും അല്ലേ അലീന എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മനു. തീർച്ചയായും ഞാൻ ഇതൊക്കെ വളരെയധികം ആസ്വദിക്കുന്നുണ്ട്. ചെന്നാൽ ചില സമയത്ത് എനിക്കാണെങ്കിൽ എൻ്റെ അടുത്ത് ഉള്ള പെരുമാറ്റം അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും എനിക്കൊരു പേടിയാണ് അച്ഛൻ്റെ ഭാഗത്തു നിന്ന്. അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഞാനിവിടെ ഹാപ്പിയാണ്. അതുമാത്രമല്ല എൻ്റെ കൂടെ ഒരു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ വേണ്ടി ഒരു അപ്പച്ചനും കൂടെ ഉണ്ട്, ഞാൻ അപ്പച്ചനെയും കാണിച്ചു തരാം എന്ന് മനുവിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും സ്റ്റാൻലി ജോസഫ് വരുന്നുണ്ട്. എന്നിട്ട് ഞെട്ടലോടെ
അവിടെ രണ്ടുപേരിൽ നിന്ന് സംസാരിക്കുന്നതും ചിരിക്കുന്നതും കളിക്കുന്നതൊക്കെ കണ്ടിട്ട് ചോദിക്കുക, ഇവനെ ആരാ അകത്തേക്ക് കടത്തി വിട്ടത് എന്ന് സ്റ്റാൻലി ജോസഫ് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ, മനു. ഏത് മനു? എവിടെന്നാ വന്നത്? നീ എനിക്കെന്താ അലീനയുടെ അടുത്ത് സംസാരിക്കാൻ ഇത്രയുള്ളത് എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് ഒരു ഞെട്ടലോടെ മനു നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ അലീനയും. എന്നിട്ട് പറയുക, ഞാനാണെങ്കിൽ അലീനയെ കാണാനാ വന്നത്. അലീനയെ എനിക്കിഷ്ടമാണ്. നിനക്ക് ഇഷ്ടമെന്ന് നീ പറഞ്ഞാൽ മതിയോ? വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മനുവിനെ അടിക്കുന്നുണ്ട്. ഇത് കണ്ട് ഞെട്ടി പിടിച്ചു മാറ്റുന്നുണ്ട് അലീന. എന്തായാലും ഒന്നും ചെയ്യരുത്, ഇതാണെങ്കിൽ വൈജയന്തി ആൻറ്റിയുടെ സഹോദരിയുടെ മകനാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ കേട്ടതും മനുവിൻ്റെ വായിൽ നിന്ന് കേട്ടതും ഉടനെ തന്നെ പിന്മാറി നിന്നിട്ട് ഇങ്ങനെ നിൽക്കുക, എന്ത് പറയണമെന്നറിയാതെ. എന്നാൽ ഓരോ കാര്യവും ചെയ്യുമ്പോഴത്തേക്കും പ്രവർത്തിക്കുമ്പോഴത്തേക്കും ഒന്നാലോചിക്കണം എന്നൊക്കെ അലീന പറയുകയും ചെയ്യുന്നുണ്ട്. എന്നെ കാണാൻ വന്നതാ. എനിക്കാണെങ്കിൽ ഞാനൊരു ബുദ്ധിമുട്ട് സമയത്തായിരുന്നാലും എനിക്ക് ഒരുപാട് സ്നേഹം തന്നവരാ ഇവരെയൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാനോ ഉപേക്ഷിക്കാനോ പറ്റില്ല എന്നൊക്കെ അലീന പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ ആര് വരണം, എന്ത് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. അതുകൊണ്ടാണ് എനിക്ക് ഒരു നിയന്ത്രണം വിട്ടുപോയത്. പക്ഷേ ഒരു കാര്യം, ഇനി മേലാൽ ഈ വീട്ടിൽ അലീനെ കാണണമെന്ന് പറഞ്ഞ് വരരുത്. അവിടെ വെച്ച് എല്ലാ ബന്ധങ്ങളും തീർന്നു. ഇനിയൊരു പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കുക. അതുകൊണ്ട് ഇനി അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല. പ്രത്യേകിച്ച് നീ ഇനി അലീനയെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞിട്ട് മനുവിനടുത്ത് വഴക്ക് പറയുന്നുണ്ട്. എന്തായാലും അടി കൊടുത്തതിൻ്റെ വിഷമത്തിൽ അലീനയാണെങ്കിൽ വൈജയന്തിയുടെ കാര്യം പറഞ്ഞത് കേട്ടത് ഉടനെ വിഷമത്തിൽ വീണ്ടും സ്റ്റാൻലി ജോസഫ് പറയുക, വൈജയന്തിയുടെ ആരായിരുന്നാലും ശരി തന്നെയാ, നീ എൻ്റെ മകളാ. നിൻ്റെ ആര് നോക്കുന്നതും മിണ്ടുന്നതും എനിക്ക് ഇഷ്ടമല്ല. ഒന്നാത് ഏതോ ഒരുത്തൻ വന്ന് നിൻ്റെ സംസാരിച്ച് നിൽക്കുന്നത് ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കാനാണോ? അത് ഏത് ബന്ധുക്കളായിരുന്നാലും ശരി തന്നെയാ. ഇനി മേലാൽ നീ ഈ വീട്ടിൽ വന്നു പോരുതെന്ന് പറഞ്ഞയക്കുന്നുണ്ട്. എന്നാൽ പോകുന്നത് നോക്കി നിൽക്കുന്നുണ്ട് അലീന. മനു പോകുന്നത് നോക്കി. അങ്ങനെ അവസാനം മനു അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോവുകയും ചെയ്യുന്നുണ്ട്.